ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതാ വീട്ടിലെ വിശേഷങ്ങളായിട്ട് തന്നെയാണ്. വീട്ടിൽ വന്നതുകൊണ്ട് വീട്ടിലെ വിശേഷങ്ങളല്ലേ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നും ഒരു കൊച്ചു ഡേ മൈ ലൈഫാട്ടോ. അപ്പോൾ വീട്ടിലെ രാവിലത്തെ മോർണിംഗ് ആട്ടോ ഈ കാണിക്കുന്നത്. രാവിലെ എണീറ്റ് വന്നാലതാ ഈ മുറ്റത്തേക്ക് നോക്കിങ്ങാണ്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ എന്തൊരു വ്യൂ ആണോ, നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ. പിന്നെ അതാ മോർണിംഗിന് കട്ടൻ ചായയും പുട്ടും കടലക്കറിയും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേഗം ജോലികളൊക്കെ കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇന്നത്തെ ദിവസം കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് വൈകിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്ട്. ഞാനും താത്തയും ഇവിടെ വന്നാൽ അടങ്ങിയിരിക്കണ സ്വഭാവമില്ല കേട്ടോ. എപ്പോഴും എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാൾ പ്രകൃതം. അപ്പോൾ ഉച്ചക്ക് ബീഫ് വരട്ടിയതും മോരും കറിയേനു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വേഗം കഴിച്ചിട്ട് ഈവനിങ്ങിന് പോവാനുള്ള ഒരുക്കങ്ങളാട്ടോ. ഇറച്ചി വരട്ടിയതും മോരും കറിയും ഞങ്ങളും ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെ നാട്ടിൻ പുറത്ത് കൂടെ ഇങ്ങനെ നടന്നാട്ടോ പോണത്. ഷോപ്പിങ്ങിന് ബസ്സിനാണ്, പക്ഷേ ബസ് കയറാൻ ഞങ്ങൾക്ക് കുറച്ച് നടക്കാണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോവാം, അല്ലെങ്കിൽ നടന്നു പോകാം കേട്ടോ. ഞങ്ങളെ വീഡിയോ കാണലുണ്ടോ? ഇജി കാണലുണ്ടോ? വീഡിയോസ് കാണലുണ്ടോ? ഫുള്ള് കാണലുണ്ടോ? സ്കിപ്പ് ചെയ്യാതെ. ഒന്ന് സംശയം. നീ ആ ബീരാഗത്തിക്കുട്ടിനി ഇരിക്കട്ടെ. എന്തോ ഒരു ചൊർക്കിലാണ് എൻ്റെ ഫോട്ടോ ഉണ്ടാവല്. ഇപ്പൊ എത്താണ് എൻ്റെ ചേലും കോലും. നീ എന്നെ കണ്ടോണ്ടിട്ട് ഞങ്ങളെ വീഡിയോയിൽ എൻ്റെ അമ്മാൻ്റെ ഫോണിൽ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെ വീഡിയോ. കണ്ടിണോ? നീ കാണിച്ചു തരണ്ട കേട്ടോ. എൻ്റെ അമ്മച്ചിക്ക് ഞാൻ വിട്ടുതരണ്ട ലിങ്ക്. പോയപ്പോൾ വഴിയിൽ നിന്ന് നമ്മൾ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചതാണ് ആ കണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ടൗണിലെത്തി കേട്ടോ. മഞ്ചേരിക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മഞ്ചേരിക്കും എളുപ്പമാണ്, അതേപോലെ മലപ്പുറം പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ആദ്യമേ പോകാറുള്ളത് മഞ്ചേരിക്കാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ മലപ്പുറത്തിലാദ്യം അധികം ഞങ്ങൾ പോവാറ് മഞ്ചേരിക്കാട്ടോ. മഞ്ചേരി ഒരു ഹൈ ലെവൽ കട തന്നെയാണ്, കസവ് കേന്ദ്ര എന്ന് പറയുന്നത് കേട്ടോ. നല്ലൊരു വലിയ കട തന്നെയാണ്. ഡ്രസ്സൊക്കെ നല്ല സെലക്ഷനൊക്കെ ഉള്ള കട തന്നെയാണ്. അപ്പോൾ ബ്രൈഡ്സിനൊക്കെ നല്ല ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി കേട്ടോ. മുന്നിലൊക്കെ നല്ല രീതിയിൽ അവർ മാറ്റി നിർത്തി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള കളറും നല്ല ഡ്രസ്സും സെലക്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കയറുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി ഓരോ രീതിയിലുള്ളതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ ചുരിദാറാട്ടോ കരുതിയിട്ടുള്ളത്. എനിക്ക് ഒരു കല്യാണം വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഫാമിലിയിലുള്ള ഒരു കല്യാണം തന്നെയാണ് കേട്ടോ. ഇവിടെ അസിൻ്റെ ഏട്ടൻ്റെ മോൻ്റെയും മോളെ കല്യാണമാണ് കേട്ടോ. അപ്പം അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോന്നിട്ടുള്ളത്. പിന്നെ താത്താക്ക് ചെറിയ ഷോപ്പിങ്ങും ഉണ്ട്. ലുലുവിന് എന്തൊക്കെയാണ് ഡ്രസ്സൊക്കെ എടുക്കാണ്ട് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ചിങ്ങനെ പോകുന്നതാട്ടോ. അപ്പം ഞാൻ ഇപ്രാവശ്യം റെഡ് കളറ് നോക്കണില്ല കേട്ടോ. ഇപ്രാവശ്യം ഈ പീക്കോ കളറാട്ടോ ഞാൻ നോക്കുന്നത്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളറാണ്. പക്ഷേ ആ കളറിൽ ആ ഒരു ഒറ്റ പീസാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് എന്തോ ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ വേറൊരു ഷോപ്പ് കയറി. അപ്പോൾ ഇവിടുന്ന് താത്ത കുറേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ കുട്ടികൾക്ക്. പിന്നെ എനിക്ക് ഡ്രസ്സ് ഈ കടയിൽ നിന്ന് തന്നെ കിട്ടി കേട്ടോ. എനിക്ക് ഈ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് ഞാൻ ഇട്ടോക്കി. പക്ഷേ ഇതിലാറ് എനിക്ക് ഭംഗി തോന്നിയത് ഇതാണ് കേട്ടോ. ഇത് ഈ ഫോണിൽ കാണുന്ന കളറല്ല, കുറച്ച് പീക്കോക്ക് ഒരു പച്ചയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കളറ്. എനിക്ക് എവിടെ ചെന്നാലും റെഡ് കളറാണ് ഒത്തിരി ഇഷ്ടം. പക്ഷേ റെഡ് കളർ ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ സെറ്റായി. പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ വിശക്കണുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ അടിച്ചാൻ വേണ്ടി ഇറങ്ങി. ലുലുവിനും റിതുമോനും ഇസ്മോനും പഴംപൊരിയും ചായയും കൊടുത്തു. ഞാനും താത്തിയും ഉള്ളിവടയും ലൈമും കുടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഫാൻസിക്കാണ് കയറിയത്. ഈ ഒരു കളറാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ ഈ കമ്മൽ സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ കമ്മലുകളൊക്കെ പലതും ഉണ്ട്. ഒക്കെ ഒന്ന് വെറുതെ കണ്ടു ജസ്റ്റ്. അങ്ങനെ താത്ത കുട്ടികൾക്കൊക്കെ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം വീഡിയോ എടുത്തു എന്ന് മാത്രം. പിന്നെ കുറേ ആയിട്ട് എനിക്ക്
എന്താണ് മുടിമ ഇടുന്ന മുടിമ കുത്തിയൊന്നും യൂസ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. കാരണം എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് മുടിയൊക്കെ റെഡിയായി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ ഈ ഇറുക്കിണ്ടല്ലോ മുടിമിടണേ, അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആഗ്രഹം തോന്നി കേട്ടോ. കുറേ ആയിട്ട് മുടിമിടാനൊന്നും പറ്റാത്തതിൻ്റെ വിഷമം കാരണക്കാരം നമുക്ക് ഉണ്ടാവുമ്പോൾ ഗൈസ് അതിൻ്റെ വില അറിയില്ല. കാരണം എനിക്ക് മുടി ഉണ്ടായിരുന്നപ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആട്ടോ. കാരണം 2 തട്ടം കെട്ടിയിട്ടാണ് ഞാൻ ഷാൾ ഇടുക. പിന്നെ എന്താ ഇപ്പോഴും എനിക്ക് വോയിസ് കൊടുക്കുമ്പോഴും കൂടി എനിക്ക് സങ്കടം വരിക. പിന്നെ അങ്ങനത്തെ മുടിമുത്തിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫീലിംഗാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഇറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുള്ളൂ. എനിക്ക് മുടിയൊക്കെ ഇങ്ങനെ വന്ന് വരുന്നുള്ളൂ കേട്ടോ. മുന്നിലൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, പുറകൊക്കെ റെഡി ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എന്താണ് മുടിമ വെച്ച് നോക്കിയിട്ട് പക്ഷെ നിൽക്കണില്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ ഇനി വരും, റെഡി ആവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് കേട്ടോ. കാരണം ഇത്രയും ആയില്ലേ, 1 വർഷമായിട്ടുള്ളൂ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ആയി കിട്ടിയില്ലേ. അപ്പോൾ അൽഹംദുലില്ലാ ഇനി എനിക്ക് ഒരുപാട് മുടി വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് മുടിമിടണമൊക്കെ വാങ്ങി. പിന്നെ ദാ ഈ താത്താക്ക് എവിടെ പോയാലും ചെടി കണ്ടാൽ അത് പൊക്കണം കേട്ടോ. എന്താ ഞങ്ങൾ ഇറങ്ങിയ കടയിൽ നിന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ എടുത്തത് ചെടിയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. കുറച്ച് പച്ചക്കറിയും കുറച്ച് പഴമൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ദാ ഞങ്ങൾ അമ്മക്ക് പെപ്സും ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചായയൊക്കെ കൊടുത്ത് കുട്ടികളൊക്കെ ചായയൊക്കെ കുടിച്ച് പിന്നെ വീട്ടിൽ നിന്ന് പോരുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോരുന്ന ഒരുക്കാണ്. വന്നപ്പോൾ ഇത്രയൊന്നും ലഗേജ് എനിക്കില്ലേനു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ പോകുമ്പോൾ കുറേ ലഗേജ് ഉണ്ട്. അങ്ങനെ ഇതാ അമ്മാനോട് യാത്ര പറഞ്ഞ് ഇറങ്ങിട്ടോ. ഒന്നുകൂടി പോട്ടാ. അസ്സലാമു അലൈക്കും. ഇനി വരണ്ട ഇൻഷാ അല്ലാഹ്. ഇപ്രാവശ്യം വീട്ടിൽ പോയിട്ട് കുറേ ദിവസം നിന്നു കേട്ടോ. ഒരു 4-5 ദിവസമൊക്കെ നിന്നു. കാരണം ഞങ്ങൾ പോവുക വരിക അത്രയും ഒരു 2 ദിവസത്തിലപ്പുറമൊന്നും ഞങ്ങൾ നിൽക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം മദ്രസും പൂട്ടിയതുകൊണ്ട് ഒരു 4-5 ദിവസം നിന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ ഒത്തിരി സന്തോഷത്തോടുള്ള ദിവസങ്ങളായിരുന്നു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് തിരിച്ചുമ്പോൾ വലിയ സന്തോഷമൊന്നും വേണ്ട മുഖത്തൊന്നും ഉണ്ടാവില്ല. എത്ര ദിവസം നിന്നാലും അത് പൊതുവേ അങ്ങനെ തന്നെയാണ്. എനിക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. പോരുമ്പോൾ ചെറിയൊരു ഫീലിംഗ് ഉണ്ടാവും. എന്നാലും ഹാപ്പി ആയിട്ട് നമ്മൾ കുറേ ദിവസം നിന്നല്ലോ. കിട്ടിയ ദിവസമൊക്കെ എൻജോയ് ചെയ്ത് കുറേ കോട്ടക്കുന്നും പിന്നെ ഷോപ്പിങ്ങും ഫാമിലി എല്ലായിടത്തും പോയി ഓരോരുത്തരുടെ അമ്മായിൻ്റെ വീടും അങ്ങനെയൊക്കെ പോയി കാണലും സന്ദർശിക്കലും ഒക്കെ ആയിട്ട് ദിവസം കഴിഞ്ഞത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ വീട്ടിലെത്തി ഉടനെ നമ്മളെ ചാമ്പക്കമെത്തുമ്പോൾ ചാമ്പക്ക പോത്തതാണ് കുട്ടികൾ കണ്ടത്. അത് കണ്ടേക്കിന് അവർക്ക് അറക്കണം. അങ്ങനെ അതൊക്കെ അറുത്തു വീട്ടിൽ അകത്തേക്ക് കയറുക കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ കൊടുന്നിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും ഡേ മൈ ലൈഫൊക്കെ ഇവിടെ കഴിയാട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ഡേ മൈ ലൈഫ് ഇഷ്ടമായോ? വീട്ടിൽ നിന്ന് കൊടുന്ന കേട്ടോ ഈ കർഷകൃഷി. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, സപ്പോർട്ട് ചെയ്യുക. കാരണം നല്ല ടേസ്റ്റുള്ള കർഷകൃഷിയാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. ബായ്. അസ്സലാമു അലൈക്കും.